ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിന് മുന്നിലും ശക്തമായ സമരങ്ങൾക്ക് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതൃത്വം കൊടുക്കുമെന്നാണ് വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം അധ്യക്ഷത വഹിച്ചു. ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുകയും പാമ്പ്, നായ തുടങ്ങിയവയുടെ കടിയേൽക്കുന്നവർക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കുകയും അത്യാഹിത വിഭാഗം കൃത്യമായി പ്രവർത്തിക്കുക, രാത്രികാലത്ത് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, താലൂക്ക് ആശുപത്രി എന്നത് പേരിൽ മാത്രം ഒതുക്കാതെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കാര്യക്ഷമമാക്കുക, വൈപ്പിൻ പ്രദേശത്ത് താമസിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏക ആശ്രയമായ ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഗുണനിലവാരം പോലും ഇല്ലാത്ത അവസ്ഥയാണെന്നും പാവപ്പെട്ട വൈപ്പിൻ നിവാസികൾ എന്തിനും ഏതിനും സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ പദവിയിലേക്ക് ഉയരണം. താലൂക്ക് ആശുപത്രി എന്ന പേരിൽ മാത്രം പോരാ. ഈ വൈപ്പിൻ നിവാസികൾക്ക് ഏറ്റവും സാധാരണ ജനങ്ങളാണ് നമ്മുടെ വൈപ്പിൻകരയിൽ താമസിക്കുന്നത്. തീരദേശത്തും കായലോരത്തും എല്ലായിടത്തും സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ആ ജനങ്ങൾക്ക് ഏക ആശ്രയമാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയായ ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രി. അപ്പോൾ ഈ ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കണം, കാര്യക്ഷമമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തുന്നത്. ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രി എന്ന് ബോർഡ് എഴുതി വെച്ചുകൊണ്ട് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ സൗകര്യം പോലും ഇല്ലാത്ത ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ആശുപത്രി സൂപ്രണ്ടിന് പൊതുജനങ്ങൾ ഒപ്പിട്ട നിവേദനവും നൽകി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ മെഡിക്കൽ ഓഫീസിലും നിവേദനങ്ങൾ സമർപ്പിച്ചു. പ്രസ്തുത സമര പരിപാടിയിൽ അയ്യംകാളി സാംസ്കാരിക വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബാഹുലയൻ, JSS ജില്ലാ സെക്രട്ടറി VK സുനിൽകുമാർ, കർത്തേടം സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് തുണ്ടിയിൽ, കേരള പ്രതികരണ സമിതി പ്രസിഡന്റ് NG ശിവദാസ്, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി രക്ഷാധികാരി ജോസഫ് കിഴക്കേടൻ, സമിതി ഭാരവാഹികളായ ആന്റണി പുന്നത്തറ, ഫ്രാൻസിസ് അറക്കൽ, തോമസ് പവത്തിത്തറ, സെബി ഞാറയ്ക്കൽ, ടൈറ്റസ് പൂപ്പാടി, വർഗീസ് കാച്ചപ്പള്ളി, MA സേവിയർ, റോസ്ലി ജോസഫ്, TP സെബാസ്റ്റ്യൻ, ജോർജ് കൂട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കന്നുകാലികൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച പോഷകാഹാരമാണ് മിൽക്ക് ബീറ്റ. കാരണം മിൽക്ക് ബീറ്റയിൽ കാൽസ്യം, മിനറൽസ്, വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ അടങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന ചേരുവയാണ് ഇലക്ട്രോലൈറ്റ്സുകൾ. സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ് തുടങ്ങിയ മിനറൽസുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഇലക്ട്രോലൈറ്റ്സുകൾ എന്ന് പറയുന്നത്. പശുക്കളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്ന സുപ്രധാന കടമയാണ് ഇലക്ട്രോലൈറ്റ്സുകൾ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പശുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ 87% വെള്ളമാണ്. പശുക്കളുടെ പാലുൽപാദന ഗ്രന്ഥിയായ മാമറി ഗ്ലാൻഡിലേക്ക് പാലുൽപാദനത്തിനാവശ്യമായ വെള്ളത്തിൻ്റെ ഫ്ലോ നിലനിർത്തുന്നതിന് ഇലക്ട്രോലൈറ്റ്സുകൾ സഹായിക്കുന്നു. കൂടാതെ റൂമനിലെ pH നിലനിർത്തുന്നതിനും കോശങ്ങൾ, പേശികൾ, രക്തം, മറ്റ് ഫ്ലൂയിഡുകൾക്കും ആവശ്യമായ ജലാംശം നിലനിർത്തുന്നതും ഇലക്ട്രോലൈറ്റ്സുകളാണ്. അങ്ങനെ പശുക്കളുടെ ആരോഗ്യത്തെയും പാലുൽപാദനത്തെയും ഇലക്ട്രോലൈറ്റ്സുകൾ വളരെയധികം സഹായിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ പശുക്കളുടെ ശരീരത്തിൽ നിന്നും ഇലക്ട്രോലൈറ്റ്സുകൾ നഷ്ടപ്പെടാറുണ്ട്. പശുക്കൾക്ക് സ്ട്രെസ് നേരിടുമ്പോൾ, ചൂട് കൂടുതലുള്ള സമയത്ത്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇലക്ട്രോലൈറ്റ്സുകൾ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത് വേനൽക്കാലത്താണ്. അമിതമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പശുക്കൾ തങ്ങളുടെ ശരീരം തണുപ്പിക്കാനായി അമിതമായി വിയർക്കുക, കിതയ്ക്കുക, വായിലൂടെ ഒലിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിലൂടെ ധാരാളം ഇലക്ട്രോലൈറ്റ്സുകളായ മിനറൽസ് കൂടി നഷ്ടപ്പെടുന്നുണ്ട്. ഇത് കാരണം വേനൽക്കാലങ്ങളിൽ പശുക്കളിൽ പാലുൽപാദനം കുറയുക, രോഗങ്ങൾ ഉണ്ടാകുക, പ്രത്യുൽപാദന പ്രശ്നങ്ങൾ നേരിടുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ മിൽക്ക് ബീറ്റ് നൽകുന്നതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന ചേരുവയായ ഇലക്ട്രോലൈറ്റ്സുകൾ പശുക്കളിൽ നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റ്സുകളെ റീപ്ലേസ് ചെയ്യുകയും അവയുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും പാലുൽപാദനത്തിന് ആവശ്യമായ ജലത്തിന്റെ ഫ്ലോ സുഗമമാക്കുകയും ചെയ്യും. അതിനാൽ ചൂടുകാലത്ത് പശുക്കൾക്കുണ്ടാകാറുള്ള പാലുൽപാദനക്കുറവും ആരോഗ്യ പ്രശ്നവും കർഷകർ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ മിൽക്ക് ബീറ്റ ഏറ്റവും മികച്ചൊരു പരിഹാര മാർഗമാണ്.
കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ.